ഇനി വീട്ടിൽ താറാവ് മേടിക്കുമ്പോ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക്, വിരല് വരെ കടിച്ചു തിങ്ങും. അതിനായിട്ടൊരു പൂവൻ താറാവിനെ അങ്ങ് തട്ടി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, താറാവ് മസാലയും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൈ കൊണ്ട് നല്ലപോലെ തിരുമി ഒരു മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് മസാല പിടിപ്പിച്ച താറാവ് അങ്ങ് ഇട്ട് കൊടുക്കണം. ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത്. വെള്ളമൊക്കെ താനെ ഇങ്ങ് വന്നോളും. താറാവിന്റെ നെയ്യൊക്കെ ഉരുകി കഴിയുമ്പോ ഇങ്ങനെ അങ്ങ് കിട്ടും. നമ്മുടെ താറാവ് കറിക്ക് ഒരു കനം കിട്ടാനായി 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് നേരെ ഇതിലേക്ക് അങ്ങിട്ട് നല്ലപോലെ അങ്ങ് വേവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് പരിപാടി കഴിഞ്ഞു. ഇനി ഒരു പാനിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മുടെ സവോളയൊക്കെ ചേർത്ത് നല്ലപോലെ അങ്ങ് വഴണ്ടി വരുമ്പോഴേക്കും പൊടി പൊടിക്കാനായി മുളക് പൊടി, മല്ലിപ്പൊടി, താറാവ് മസാല ഇട്ട് നല്ലപോലെ അങ്ങ് മൂപ്പിച്ച് ഈ മസാല നേരെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന താറാവിന്റെ മുകളിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനിയപ്പോ ഒന്നും നോക്കണ്ട, 2ാം തേങ്ങാപ്പാൽ നേരെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചൊന്ന് നന്നായി തിളച്ച് കഴിയുമ്പോഴേക്കും 1ാം പാല് കൂടി ഒഴിച്ചൊന്ന് മറിച്ചിങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താറാവ് കറി റെഡി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം.